ഹലോ നമസ്കാരം. തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതേഷാണ്. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ. തൃശ്ശൂർ ജില്ലയിൽ തന്നെ മീൻ പിടിക്കാൻ പോകുന്നു കടലേക്ക് തള്ളിക്കുന്നതുമായ ഒരു അഴിമുഖം ബീച്ചാണ്. ഏത്തായിയാണ് സ്ഥലം. തൃശ്ശൂർ ജില്ല ഗുരുവായൂർ വാടാനപ്പള്ളി റോഡിലൂടെയാണിത് പോകുന്നത്. ഈ കടലിൻ്റെ പ്രത്യേകത, ഈ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പുളിമുട്ട്, അതായത് അതിലൂടെ നമുക്ക് നന്നായി കുറച്ച് ദൂരെ ഇങ്ങനെ യാത്ര ചെയ്ത് നടന്ന് കടലിൻ്റെ ഒരു അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പുറം കടൽ നല്ല പ്രകൃതി സുന്ദരമായ കാഴ്ച, കടലിൻ്റെ രമ്പൽ, ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നിറയെ ആളുകൾ വരുന്ന സ്പോട്ടാണ്. അവിടെ ഫിഷിങ്ങിനും പറ്റും. ഫിഷിങ് ചൂണ്ടലിടാനൊക്കെ ആളുകൾ വരും. പിന്നെ നല്ല കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നന്നായിട്ട് ആളുകൾ വരുന്ന സ്ഥലമാണ്. പിന്നെ ചെറിയ ചെറിയ ചിപ്പികൾ, കക്കകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വന്ന് അടിയും. അതായത് മീനിൻ്റെ ലഭ്യത കൂടുതലുള്ള സ്ഥലമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ അവിടെ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നല്ല സ്പോട്ടാണ്. നമ്മൾ വന്നു പോകുന്ന സ്ഥലം തന്നെയാണ്. ഇത് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അങ്ങനെ നടന്നു പോയിട്ട് കടലിൻ്റെ അറ്റം വരെ പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിരവധി ബീച്ചുകളിലുള്ള ഒരു ഇത്തിരി സ്നേഹതീരമാണ് ബീച്ചുകൾ. സാവകാശി ബീച്ച്. ഇതിനൊക്കെ പുറമെ അഴിമുഖം ബീച്ച് എന്നാണ്. അതായത് കടലും പുഴയും തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് അഴിമുഖം. ആ പുഴയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന മീൻ പിടിക്കാൻ പോകുന്നൊരു സ്പോട്ടാണിത്, അഴിമുഖം. അത്ര വലിയ വേറെ രീതിയിലുള്ളതൊന്നുമില്ല. നല്ല മണൽത്തിട്ടകളും കാര്യങ്ങളും, പിന്നെ കടൽ ആസ്വദിക്കാൻ പറ്റും. പിന്നെ അവിടെ വന്ന ഒരു സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുന്ന വഞ്ചികളും മീൻ പിടിച്ച് വരുന്ന വഞ്ചികളും നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ കടലിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ മീൻ പിടിക്കാൻ പോണ ബോട്ടുകളെല്ലാം പോകുന്നത് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഞണ്ടുകൾ, കക്കകൾ, ശംഖുകൾ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെ വന്നടിയും. അതൊക്കെ നമുക്ക് അവിടെ കടപ്പുറത്ത് പോയി കാണാൻ പറ്റും. ഇതൊരു ഉദാഹരണമാണ്. ചെറിയ ചെറിയ ജീവികൾ. പിന്നെ നല്ല സൺസെറ്റ് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള നല്ലൊരു ബീച്ചാണ്. ഇതിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിലൂടെ ഡെവലപ്പ് ചെയ്താൽ ഇതിലൂടെ ആളുകൾ കൂടുതലെത്താൻ സാധിക്കുന്ന ഒരു സ്പോട്ടാണ്. മീൻ പിടിച്ച് വരുന്ന വള്ളങ്ങളും മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളും പിന്നെ മീൻ പിടിക്കാനായിട്ട് വരുന്ന നിരവധി ചൂണ്ടക്കാരും നല്ല രീതിയിൽ എന്നാണ് അവിടെ ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങളിത് കാണാത്തവരുണ്ടെങ്കിൽ വന്നൊന്ന് കാണണം. ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു വികസനം ആഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു ബീച്ചാണ്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക. ഇതിന് വേണ്ട ശ്രദ്ധ ജനങ്ങൾ വനാധികാരികൾക്ക് കൊടുത്ത് നല്ല സ്പോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ എന്തായാലും കാണുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നല്ലൊരു ബീച്ച് അവിടെ ഉടൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉള്ള ബീച്ചിലൂടെ നവീകരിച്ച് നല്ല രീതിയിൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്ന രീതിയിലേക്ക് ആവാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.